ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ദിവസം അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു, തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിംഗ് ഓഫർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം കൂടി ഓഫർ ഉണ്ടാവത്തുള്ളൂ. ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഓർ സബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റേഴ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾ. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ ആദ്യം ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. അതൊരു ന്യൂ ബിഗിനിങ് കാർഡാണ്. അവരുടെ ലൈഫിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ. ഇപ്പം അവർ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. റിലേഷൻഷിപ്പിൽ നിന്നും ഫ്രീ ആയിട്ട് ഉണ്ടാകുമായിരിക്കും. കരിയർ റിലേറ്റഡ് ആയിട്ട് അവർ ഫ്രീ ആയിട്ടുണ്ടാകുക. അതായത് അവരുടെ ലൈഫിലുണ്ടായിരുന്ന സ്ട്രഗിളിങ് സിറ്റുവേഷൻസ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, അതായത് കുറേ ബാധ്യതകൾ, ഓക്കെ, പൈസ ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലീൻ്റെ ആയിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ്, നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്ട്രെസ് ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് എല്ലാത്തിൽ നിന്നും ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മനുഷ്യൻ നടക്കുന്നത് പോലെ നടക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഈ പേഴ്സൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. പുതിയൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു എനർജിയാണ് ഇവിടെ. ഏസ് ഓഫ് പെൻഡക്കിൾ ഉണ്ട്, അതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ ആയി നിൽക്കുന്ന ഒരു ഇതാണ്. പുതിയതായിട്ട് പുതിയ കരിയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യവും ഇപ്പോൾ ഇവരിലേക്ക് എത്തുന്നുണ്ട്. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, ഈവൻ നിങ്ങളായിക്കോട്ടെ, ഇവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു സീക്രട്ട് ആയിട്ട് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് മാനിഫെസ്റ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാറി നിന്ന് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പം നിങ്ങളുടെ പുറകാലെ വന്നിട്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തതായിരിക്കാം. എന്തൊക്കെയോ ഇവർ സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. മീൻസ് നിങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളും. ഓക്കെ, അതായത് പ്രാർത്ഥിച്ചതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ കറണ്ട് എനർജീനകത്ത് ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് അവർ ആഗ്രഹിക്കുന്നതെല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന, അവരറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവരിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് കറൻ്റ്ലി ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഇനി ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. ഫോർ ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു കാർഡ് പറയുന്നത് അവരോടുള്ള ഇഷ്ടം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും നിങ്ങൾ അവരെ വിട്ട് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും നിങ്ങളിങ്ങനെ അവരുടെ എനർജി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്നും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു പൊസസീവ്നെസ്സും കൂടി അവർക്ക് വരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം വേറെ എവിടെയും പോകാൻ പാടില്ല, അത് അവർക്ക് തന്നെ ഉള്ളതാണ് എന്നുള്ള ഒരു ചിന്ത. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇപ്പം ഈ പേഴ്സൺ അവരുടെ ലൈഫിൽ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിട്ട് കാണുന്നുണ്ടായിരുന്നു പാസ്റ്റിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കർമ്മയാണെന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കർമ്മയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്കിപ്പോൾ ഉണ്ട്. ആ ഒരു ചേഞ്ച് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അവരുടെ തെറ്റുകളെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടും അതിലൊരു ഫോർഗീവ് ചെയ്തതുകൊണ്ടുമാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ള ഗുഡ് ലക്കുകളെല്ലാം കിട്ടുന്നത്. അതായത് ഒരു റീബേർത്ത് പോലെ പുതിയൊരു ലൈഫ് അവർക്ക് വന്നതുപോലെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു കർമ്മ സൈക്കിൾ അവർക്ക് എൻഡ് ആയതുപോലെ, ചേഞ്ച് സംഭവിച്ചതുപോലെ ഇവർക്ക് തന്നെ മനസ്സിലായി ഇവർ ചെയ്തതിനുള്ള ഒരു കർമ്മയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. മേ ബി നിങ്ങൾ കടന്നു പോയിട്ടുള്ള സ്റ്റേജിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇപ്പം നിങ്ങളെപ്പോലും അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നത്. തുടക്കമേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവർ നിങ്ങളെപ്പോലും ആഗ്രഹിക്കുന്ന ഒരു എനർജി. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് പുതിയതായിട്ടൊരു സ്നേഹം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അവർക്ക് തോന്നുന്നുണ്ട്. ഡ്രീം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. ഹാപ്പി സർപ്രൈസ്, നിങ്ങളെ ഹാപ്പി ആക്കണ സർപ്രൈസുകൾ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്യൂരിയോസിറ്റിയാണ് ഇവർക്ക്, ക്യൂരിയോസിറ്റിയാണ് ഈ റിലേഷൻഷിപ്പ് എവിടെ പോയി നിൽക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഇവർക്കുണ്ട്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതൊരു ഹാർട്ട് ബ്രോക്കൺ കാർഡാണ്.
അവർക്ക് നല്ല രീതിക്ക് തന്നെ ഇമോഷണൽ പെയിൻ ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവരെ നല്ല രീതിക്ക് തന്നെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവരെ നല്ല രീതിക്ക് സഫർ ചെയ്യുന്നുണ്ട്. ഒരു നിങ്ങളെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ അവരെ നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ആവുന്നുണ്ട്, ഇമോഷണലി എഫക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതായത് ഇമോഷണലി നിങ്ങളടുത്ത് അവർ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്സെറ്റ് ആവുന്നുണ്ട്, കൺഫ്യൂഷൻ ആണ്, നല്ല രീതിക്ക് തന്നെ പെയിൻ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ആ തേർഡ് പാർട്ടി കാരണം ഇവർക്ക് നല്ല രീതിക്ക് പെയിൻ സംഭവിച്ചിട്ടുണ്ട്, സഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെയധികം നിങ്ങളടുത്ത് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ആണ്. നിങ്ങൾക്കുള്ള സെയിം ഫീലിങ്സ് ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഇവർ ഈ ഒരു കണക്ഷൻ മാരേജ് പോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്നേഹം തരാൻ ഈ പേഴ്സൺ തയ്യാറാണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതൊരു സോൾ കണക്ഷൻ കാർഡും കൂടിയാണ്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. എഗെയിൻ കൺഫർമേഷൻ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. ഈ പേഴ്സൺ നമ്മൾ ഓൾറെഡി കർമ്മ കിട്ടിയിട്ട് ഒരു ചേഞ്ച് സംഭവിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു ചേഞ്ച് ആയിരിക്കാം ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു മാറ്റം അവർക്ക് സംഭവിച്ചത് അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. അപ്പം എംപ്രസ് പറയുന്നതും ഇത് തന്നെയാണ്. അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ എടുക്കാൻ ഈ പേഴ്സൺ തയ്യാറാണ്. ഇതിലൊരു ഗ്രോത്ത് വരുത്തണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. നിങ്ങൾ തരുന്ന അതേ സെയിം കെയറിങ് അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരണം. ഒരു റൊമാൻറ്റിക് എനർജി തോന്നുന്നതാണ്, സെക്ഷുവാലിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. ഇത് എഗെയിൻ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. വളരെയധികം അവർ അട്രാക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളും അട്രാക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവരെ മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ എഗെയിൻ വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലാക്കുക, അത് ആ പേഴ്സൺ അവിടെ ഇരുന്ന് ആലോചിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് തോട്ട്സ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അവർ നിങ്ങളെ വേണമെന്ന് ആത്മാർത്ഥതയിൽ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്കും അതേ സെയിം എനർജി വരുന്നത്. റിഫ്ലക്ഷൻ ആണ് ഇവിടെ. ഓക്കെ, അതായത് സെയിം ടെലിപ്പതിക്കലിയാണ് കാണിച്ചു വരുന്നത്. അവരുടെ ഒരു ഡ്രീമാണ്, നിങ്ങൾ ഗോളാണ്, ഒരു അംബീഷൻ പോലെ വെച്ചേക്കുവാണ് നിങ്ങളെ. ഓക്കെ, അപ്പം നിങ്ങളെ ഒരു ഇൻഫർമേഷൻ അവർ തരും. ഒരു ന്യൂസ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവർ തരും. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, കോണ്ടാക്റ്റ് ആയിരിക്കാം, ബ്ലോക്ക് മാറ്റുന്നതായിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള എന്തോ ഒരു കാര്യം. 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ ഒരു കടമയായിട്ട് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജി അതാണ് പറയുന്നത്. ഒരു കടമയായിട്ട് കാണാൻ പോവാണ്. ഡേ ഡ്രീം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് അവർ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നോക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ നമ്മളിവിടെ അറിഞ്ഞു കഴിഞ്ഞു. ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാണ്. കൂടെ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, ഈ പേഴ്സണ് നല്ലൊരു ചേഞ്ച് സംഭവിച്ചതായിട്ടാണ് ഇവിടെ മെയിൻലി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ നല്ല രീതിക്ക് തന്നെ തിങ്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങളെന്ന് പറയുന്നത് ഇവർ തന്നെ സെർച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു സോളാണ് എന്നുള്ളതും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തോട്ട്സ് നോക്കി, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് അറിഞ്ഞു. ആ ഫീലിങ്സിലും തോട്ട്സിലും തന്നെ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ അറിഞ്ഞു. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് സോർട്സും അതുപോലെ 4 ഓഫ് സോർട്സ് ഒക്കെ വന്നിട്ടുള്ളത്. അത് ഇവരുടെ ഒരു സിറ്റുവേഷനാണ്. ഇവർ ഇത്രയും നാളും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇവർ നിങ്ങളിലേക്ക് വരാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതിരുന്നത്. പക്ഷെ ഇപ്പം അവർ സ്ട്രോങ് ആണ്. ബിക്കോസ് അവർക്കൊരു ആൻസർ ഉണ്ട്, ഒരു ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ടികൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സിറ്റുവേഷൻസ് ഒക്കെ അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം അവർ ഓവർകം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ സ്കോർപ്പിയോ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട്. ഓക്കെ, ലിബ്ര അഗെയിൻ വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, യുറാനസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സോഡിയക് സൈൻ ആണിത്. ഓക്കെ, ഇനി ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് നോക്കാം. ന്യൂമറോളജിക്കൽ ഇവിടെ 0, 3, 2 ആണ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ള നമ്പർ. സോ നിങ്ങൾക്ക് 0 എന്ന് പറയുമ്പം അൺഎക്സ്പെക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് പറയാം. 2ഉം 3ഉം പറയുമ്പോൾ അത് 2 weeks 2 days, 3 weeks 3 days ഓർ 3 month ഓർ 2 month ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ക്ഷമിക്കുക. അത് ബേബി ഉണ്ട്,
അതുപോലെ പുള്ളിക്കാരീനെ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുണ്ട്. സോ അവൾ ഉറക്കണ സൗണ്ടുകളൊക്കെ ആയിരിക്കും, ക്ഷമിക്കുക കേട്ടോ.